മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഇപ്പോൾ മുസ്ലിം ലീഗിന് തന്നെ ഭാരമായി മാറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. മുസ്ലിം ലീഗിന്റെ അടയാളമാണ് പച്ചക്കൊടി, പച്ച ചെങ്കൊടി എന്നൊക്കെ ചിലപ്പോൾ മുസ്ലിം ലീഗുകാരെ തന്നെ കളിയാക്കിക്കൊണ്ട് ചിലരൊക്കെ ട്രോളാറുണ്ട്. ആ പച്ചക്കൊടി മാറുകയാണോ അതല്ലെങ്കിൽ മാറ്റുകയാണോ? ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നു വീണ്ടും. നേരത്തെ അത്തരമൊരു തീരുമാനം എടുത്തിരുന്നു മുസ്ലിം ലീഗ്. അതിനൊരു പ്രത്യേക സമിതിയൊക്കെ ഉണ്ടാക്കി കൊടിയുടെ പുതിയ പതാകയുടെ രൂപവും നിറവുമൊക്കെ തയ്യാറാക്കി ഉന്നതാധികാര സമിതിക്ക് സമർപ്പിച്ചിരുന്നു. പക്ഷെ തീരുമാനമൊന്നും എടുത്തില്ല, അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പച്ചക്കൊടി തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പതാക. അത് മാറുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹി യോഗം, ആ യോഗത്തിലെടുത്ത തീരുമാനമുണ്ട്. യോഗത്തിലെടുത്ത സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനമുണ്ട്. അതിലേക്കല്ല പോകുന്നത്. മുസ്ലിം ലീഗ് സംഘടനയെ ശക്തിപ്പെടുത്താനെടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അത് എന്താണ്? ഒന്നാമത്തെ തീരുമാനം, അറബി പേരുകൾ അല്ലെങ്കിൽ അറബി വാക്കുകളിലുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കരുത്. മുസ്ലിം ലീഗും അതേപോലെ തന്നെ യൂത്ത് ലീഗുമൊക്കെ MSFും ഒക്കെ ചില മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ അറബി വാക്കുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് അത്തരം അറബി വാക്കുകൾ മുദ്രാവാക്യത്തിൽ, പോസ്റ്ററുകളിൽ ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് പോഷക സംഘടനകൾക്കും കീഴ്ഘടകങ്ങൾക്കും മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ഒന്ന്. രണ്ടാമത്തെ നിർദ്ദേശം, വസ്ത്രധാരണത്തിൽ പോലും ശ്രദ്ധിക്കണം. ഏതെങ്കിലും മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവർ അത് ഉപേക്ഷിക്കണം. അത്തരം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കരുത്. എന്ന് വെച്ചാൽ പർദ്ദ ഉപയോഗിക്കുന്നവർ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുവശത്ത് മുണ്ടുടുക്കുന്ന രീതിയുണ്ട്, അത് ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെ അതല്ല, തട്ടം തന്നെ ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ രൂപത്തിൽ ചർച്ച ഉയർന്നു വന്നോ? എങ്ങനെയാണ് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, ഉദ്ദേശിച്ചത്? ഈ ചോദ്യം ചോദിക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ്. കാരണം അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായും പറയുന്നില്ല. തൊപ്പി വെക്കാൻ പാടില്ല എന്നാണോ? തലയിൽ കെട്ട് പാടില്ല എന്നാണോ? ഇതൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉദ്ദേശിച്ചത് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്? ഇതാണ് ഉയരുന്ന രണ്ടാമത്തെ ചോദ്യം. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണ്, താഴെത്തട്ടിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനം വന്ന ഒരു സാഹചര്യത്തിലാണ് പച്ചക്കൊടിയും കൂടി മാറുമോ എന്ന ചോദ്യം ഉയർന്നത്. നേരത്തെ അത്തരമൊരു നിർദ്ദേശം മുസ്ലിം ലീഗ് തന്നെ രൂപീകരിച്ച സബ് കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ മുന്നിൽ. അതവിടെ കിടക്കുന്നുണ്ട്. അത് വീണ്ടും പൊടി തട്ടി എടുക്കുകയാണോ എന്ന ചോദ്യവും ഇക്കൂട്ടത്തിൽ ഉയരുന്നുണ്ട്. കാരണം പച്ചക്കൊടി എന്നതൊക്കെ പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് എന്ന കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ മതേതര സ്വഭാവത്തെ നിർണ്ണയിക്കില്ല, അടയാളപ്പെടുത്തില്ല. അതുകൊണ്ട് അതും കൂടി മാറുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. പച്ചക്കൊടി ഉപേക്ഷിക്കണമെന്ന് മുസ്ലിം ലീഗിനോട് ആദ്യം പറഞ്ഞത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് നേതാക്കളാണ്. രാഹുൽ ഗാന്ധിയാണ്, KC വേണുഗോപാലാണ്, പ്രിയങ്ക ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വയനാടിൽ പച്ചക്കൊടി ഉപയോഗിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അത് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടിക്ക് ഇടയാക്കും എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ കൊടിയാണ് പച്ചക്കൊടി, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചാൽ പാകിസ്ഥാന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രചാരണം നടക്കുന്നു ഉത്തരേന്ത്യയിൽ, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് സിദ്ധാന്തം വിളിക്കാനും പച്ചക്കൊടി വീശാനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു. ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഒരു കൊടി ഉയർത്താൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ചാടി വീണ് കൊടി മടക്കി പോക്കറ്റിലിടാൻ നിർബന്ധിക്കും. ഇത് നാം കണ്ടതാണ്, ദൃശ്യങ്ങളിൽ വരെ വന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് മറ്റൊരു അടവെടുത്തു, പച്ചക്കൊടിക്ക് പകരം പച്ച പതാകയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് കോൺഗ്രസിന് ഒരു മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും സമാനമായ സ്ഥിതിയായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തന്നെ അണികളോട് പറയേണ്ടി വന്നു, പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൊടിയെടുക്കേണ്ട, കൊടിയെടുക്കാതെ വന്നാൽ മതി എന്ന് വെച്ചാൽ പച്ചക്കൊടിയെ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ. ആ ഭയം എന്തിന് എന്ന ചോദ്യമൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഇപ്പോൾ മുസ്ലിം ലീഗിന് തന്നെ ഭാരമായി മാറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഏതായാലും രണ്ട് സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഒന്ന്,
അറബി വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. 2 വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. പിന്നീട് സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സമസ്തയിലെ ഭിന്നിപ്പ് മുസ്ലിം ലീഗിനെ ബാധിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് സമസ്ത. അതുകൊണ്ട് സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനുവേണ്ട ഇടപെടൽ ആവശ്യമെങ്കിൽ ഇടപെടാം. തൽക്കാലം മറന്നു നിൽക്കട്ടെ, സമസ്ത തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഈ 2 സുപ്രധാനമായ തീരുമാനങ്ങൾ അത് മുസ്ലിം ലീഗിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കൊടി മാറുമോ എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഇടയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്.